special series Diabetes Per Charcha in Geo Convention Center, Mumbai. We have a renowned doctor with us, Dr. Jyoti Dev Kesavadev from Kerala, who is a diabetologist. Welcome, doctor. Welcome to our show. Thank you. Thank you. Please introduce yourself. എൻ്റെ പേര് ജ്യോതിദേവ് കേശവദേവ്. ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നു. കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡയബറ്റോളജിസ്റ്റാണ്. വളരെ നന്ദി, doctor. And how to treat the diabetes? And probably like the medication has to be like continued for the lifetime, or how is it? നമുക്ക് പ്രമേഹത്തിന് മരുന്നുകൾ കഴിച്ചു തുടങ്ങുമ്പോൾ അത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട മരുന്നുകളാണോ, ഒരു മരുന്ന് കഴിച്ചു തുടങ്ങി നിർത്താൻ സാധിക്കാതെ വരുമോ, ഇങ്ങനെയുള്ള ആശങ്കകൾ വളരെ പതിവാണ്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, പ്രമേഹത്തിന് മരുന്നുകൾ കൊടുക്കുമ്പോൾ പലപ്പോഴും മരുന്നുകൾ കഴിക്കാതെ ആ മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് അശാസ്ത്രീയമായ മരുന്നുകൾ സ്വീകരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ്. വർഷങ്ങൾ പഴക്കമുള്ള 5000 വർഷങ്ങൾ പഴക്കമുള്ള ഇലകളും ചെടികളും വേരുകളും ഒക്കെ സ്വയം പരീക്ഷിക്കുന്നത് കൂടുതലായിട്ട് കണ്ടുവരുന്നു. ഇങ്ങനെയുള്ള പല മരുന്നുകൾക്കും ഗുരുതരമായ പാർശ്വഫലങ്ങളുണ്ട്. വൃക്കയിലും കരളിലും മറ്റും ഗുരുതരമായ പാർശ്വഫലങ്ങൾ അതൊക്കെ വരുത്തി തീർക്കാം. അതുകൊണ്ട് ഓർക്കുക, നമുക്ക് മരുന്ന് അഥവാ പ്രമേഹത്തിന് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ആ മരുന്ന് ശാസ്ത്രീയമായിട്ട് പരീക്ഷിച്ചിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽസിലൂടെ അതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷവും ഒക്കെ തിരിച്ചറിയാവുന്ന മരുന്നുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. മരുന്നുകൾ ഭയക്കേണ്ട ഒരു കാര്യമില്ല. കാരണം അത് അബദ്ധമാണ്. നമ്മുടെ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ആയുർദൈർഘ്യമാണ്. ഈ മോഡേൺ മെഡിസിൻ വരുന്നതിന് മുമ്പ് നമ്മുടെ ആയുർദൈർഘ്യം വെറും 35 വയസ്സ് മാത്രമായിരുന്നു. കഴിഞ്ഞ 100-200 വർഷത്തിനിടയിലാണ് നമ്മുടെ ലൈഫ് സ്പാൻ ഹാസ് ഗോൺ അപ് ടു ഓൾമോസ്റ്റ് 80 ഇയേഴ്സ്. നമുക്ക് 80 വയസ്സൊക്കെ ആയിട്ട് നമ്മുടെ ആയുർദൈർഘ്യം നീട്ടിക്കിട്ടിയത് നമ്മുടെ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന അലോപ്പതി വന്നതിന് ശേഷം മാത്രമാണ്. മരുന്നുകൾ നമുക്ക് കഴിക്കാം. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പല മരുന്നുകളും പ്രമേഹത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രമേഹത്തിൽ രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. പ്രധാനപ്പെട്ട ഒരുപാട് അവയവങ്ങളെ സംരക്ഷിക്കുവാനും ദീർഘകാലം സുഖമായിട്ട് ജീവിക്കുവാനും വേണ്ടിയിട്ടാണ്. മരുന്നുകൾ കഴിക്കാൻ വൈകിപ്പോയാലുള്ള മറ്റൊരു അപകടം എന്ന് പറയുന്നത്, നമുക്ക് ഹൃദയത്തിലും വൃക്കയിലും നാഡീവ്യൂഹത്തിലും ലൈംഗികാവയവങ്ങളിലും എല്ലാം നമുക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങളും അസുഖങ്ങളും വന്നെത്തും. കൂടാതെ ഒരുപാട് പണച്ചെലവുണ്ടാകും. അപ്പോൾ പ്രമേഹം അഥവാ വരികയാണെങ്കിൽ നമ്മൾ വളരെ തീവ്രമായിട്ട് ചികിത്സിക്കുകയാണ് വേണ്ടത്. അത് നമ്മൾ താമസിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുരുതരമായ അസുഖങ്ങൾ നമുക്ക് വരും, ഒരുപാട് പണച്ചെലവ് നമുക്ക് സംഭവിക്കും. അപ്പോൾ ആ ചെലവ് ഒഴിവാക്കുക എന്ന് പറയുന്നതാണ് പരമപ്രധാനമായ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ നന്ദി.